ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു ഇംഗ്ലീഷ് അക്കാഡമി. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +1 ഇംഗ്ലീഷിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയ ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് ആണ്. വളരെ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. നമ്മൾ ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു ചാപ്റ്റർ ആണ് നമ്മുടെ ലിയാം ഓഫ് ലഹർട്ടിയുടെ ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതില് നരേഷൻ, ഇതിൽ മെയിൻ ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റൻ ആണ് റിവ്യൂ, പിന്നെയുള്ള ക്യാരക്ടർ സ്കെച്ച് ഒക്കെ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ചാപ്റ്റർ നോക്കിയാലോ? നോക്കാം. അപ്പൊ നമുക്ക് ഈ ഒരു പിക്ചർ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങൾക്ക് ഓൾറെഡി ചിലപ്പോൾ ഈ ചാപ്റ്റർ അറിയായിരിക്കും, അറിയണവരൊക്കെ ഉണ്ടാവും. എന്നാലും നമുക്ക് ഇതിന്റെ നരേഷൻ ഒക്കെ നോക്കാം. ഫസ്റ്റ് തന്നെ ഞാൻ പറയുന്നതിൽ മെയിൻ ആയിട്ട് യൂസ് ചെയ്തേക്കുന്ന കുറച്ച് തീംസ് ആണ്. ഈ ലെസണിൽ മെയിൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്തേക്കുന്ന കുറച്ച് തീംസ് ആണ്. നോക്കാം. ഫേസിങ് ആൻഡ് ഓവർകമ്മിങ് ചലഞ്ചസ് ഫോർ അച്ചീവിങ് ഗ്രേറ്റ്നസ്. ഓക്കെ, അതായത് നമ്മുടെ ലൈഫിൽ കുറെ അധികം ചലഞ്ചസ് ഉണ്ടാവും. നമ്മുടെ ലൈഫിൽ പലതരത്തിലുള്ള ചലഞ്ചസുകൾ നമ്മുടെ ലൈഫിൽ ഉണ്ടാവും. അതിനെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? ഓവർകം ചെയ്യണം. അതിനുവേണ്ടി നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു ചാപ്റ്റർ ആണ് ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, മദേഴ്സ് ലവ് ആൻഡ് കെയർ. നമ്മുടെ ലൈഫിൽ എല്ലാവരുടെ ലൈഫിലും എന്തുണ്ടാവും? നമ്മുടെ അമ്മമാരുടെ സ്നേഹവും കെയറും നമുക്ക് ഉണ്ടാവും. അപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് വരുന്ന ഒരു തീമാണ് മദേഴ്സ് ലവ് ആൻഡ് കെയർ. കറേജ് ആൻഡ് കോൺഫിഡൻസ് ആൻഡ് സെൽഫ് റിയലൈസ്. ഓക്കെ, നമുക്ക് എന്താണ്? നമുക്ക് എല്ലാത്തിനും എന്ത് വേണം? നമുക്ക് തന്നെ ഒരു കറേജും കോൺഫിഡൻസും, നമുക്ക് തന്നെ സ്വയമായിട്ട് എന്ത് വേണം? ഒരു കറേജും കോൺഫിഡൻസും നമ്മുടെ ലൈഫിൽ എപ്പോഴും വേണം. ഓക്കെ, അപ്പൊ ഇതെല്ലാം ഇതിൽ പറയുന്ന മെയിൻ തീംസ് ആണ്. അപ്പൊ ഈ തീംസ് ഒക്കെ നിങ്ങളൊന്ന് ഓർത്ത് വെച്ചോളൂ. കാരണം റിവ്യൂ വന്നാലും നരേഷൻ വന്നാലും റൈറ്റപ്പ് വന്നാലും നിങ്ങൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് പോയിന്റ്സുകളാണ് ഈ കൊടുത്തേക്കുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? നിങ്ങൾക്ക് ഡൗട്ട്സ് ഒന്നും ഇല്ലാന്ന് വിചാരിക്കണം. നമുക്ക് അപ്പൊ നേരെ നരേഷനിലോട്ട് പോവാം. ഓക്കെ, നരേഷനിലോട്ട് പോവാം. His first flight is a story written by Liam of Laherty. അതായത് ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് എന്ന് പറയുന്ന ഈ ഒരു സ്റ്റോറി എഴുതിയേക്കുന്നത് ലിയാം ഓഫ് ലഹർട്ടി ആണ്. ലിയാം ഓഫ് ലഹർട്ടി വാസ് ആൻ ഐറിഷ് നോവലിസ്റ്റ് ആൻഡ് എ ഷോർട്ട് സ്റ്റോറി റൈറ്റർ. ലിയാം ഓഫ് ലഹർട്ടി ആരാണ്? ഒരു ഐറിഷ് നോവലിസ്റ്റ് ആണ്, കൂടാതെ ഒരു ഷോർട്ട് സ്റ്റോറി റൈറ്റർ കൂടിയാണ്. It is the story of a young seagull who was afraid to fly. അതായത് ഈ ഒരു സ്റ്റോറി എന്ന് പറയുന്നത് ഒരു യങ് സീഗിളിന്റെ കഥയാണ്. യങ് സീഗിൾ, എന്താണ് സീഗിൾ എന്ന് പറഞ്ഞാൽ? നമ്മൾ ഈ കടൽക്കാക്ക എന്നൊക്കെ പറയില്ല, അതാണ് അതിലൊരു ഇനത്തിൽപ്പെട്ടതാണ് സീഗിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഒരു യങ് സീഗിളിന്റെ സ്റ്റോറിയാണ് പറയുന്നത്. ആ യങ് സീഗിളിന് പറക്കാൻ വളരെയധികം പേടിയായിരുന്നു. വളരെ പേടിയുള്ള ഒരു സീഗിളായിരുന്നു. പറക്കാൻ വളരെയധികം പേടിയായിരുന്നു. ഓക്കെ, who was afraid to fly. The young seagull lived on a ledge with his family. അതായത് യങ് സീഗിൾ താമസിച്ചിരുന്നത് ഒരു ലെഡ്ജ്. ലെഡ്ജ് എന്ന് പറഞ്ഞാൽ ഈ പാറക്കെട്ടുകൾ ഉണ്ടാവില്ലേ, കടലിൽ പാറക്കെട്ടുകൾ ഉണ്ടാവില്ലേ, അതേപോലത്തെ ഒരു പാറക്കെട്ടിലായിരുന്നു ആര് താമസിച്ചിരുന്നത്? നമ്മുടെ ഈ ഒരു സീഗിളും സീഗിളിന്റെ ഫാമിലി താമസിച്ചിരുന്നത്. ഓക്കെ, he thought his wings would not support him to fly. അവൻക്ക് തന്നെ ഒരു വിചാരം ഉണ്ടായിരുന്നു, അവൻക്ക് തന്നെ ഒരു കോൺഫിഡൻസ് കുറവുണ്ടായിരുന്നു. എന്തായിരുന്നു? അവന്റെ വിങ്സ് ഒരിക്കലും അവനെ പറക്കാൻ വേണ്ടി സപ്പോർട്ട് ചെയ്യില്ല. അങ്ങനെ ഒരു കോൺഫിഡൻസ് കുറവ് ആർക്കുണ്ടായിരുന്നു? നമ്മുടെ യങ് സീഗിളിന് ഉണ്ടായിരുന്നു. ലാക്ക് ഓഫ് കോൺഫിഡൻസ് ആൻഡ് കറേജ് മെയ്ഡ് ഹിം ടു സ്റ്റേ ഓൺ ദ ലെഡ്ജ്. ഞാൻ ഈ പറഞ്ഞത് തന്നെയാണ് പറയണേ. എന്താണ്? ആ ഒരു ലാക്ക് ഓഫ് കോൺഫിഡൻസും കറേജും കാരണം അവൻ എന്താണ്? പറക്കാൻ പേടിയായിട്ട് അവൻ ആ ലെഡ്ജിൽ തന്നെ ഇരുന്നു. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു സീകള് അതായത് ഒരു പക്ഷിയാണ്, അതിന് പറക്കാൻ പറ്റില്ല. എന്താണ്? അതിന് ലൈഫ് പകുതിക്ക് വെച്ച് അവിടെ നിന്ന് പോവാണ്. ഇപ്പൊ നമുക്ക് മനുഷ്യന്മാർക്ക് എന്താണ്? നടക്കാനും ഓടാനും ചാടാനൊക്കെ പറ്റില്ല. എന്താണ്? നമ്മുടെ എന്താണ് ഒരു 50 അല്ലെങ്കിൽ ഒരു 60% നമ്മൾ ഇല്ലാതെ ആവുകയാണ് അവിടെ. ഓക്കെ, അതേപോലെ തന്നെയാണ് സീകളിന്. ബാക്കി നോക്കാം. He was not having any previous experience of flying. അതായത് അവൻ ഇതുവരെ ജനിച്ചിട്ട് എന്താണ്? എന്ത് ചെയ്തിട്ടില്ല? പറന്നിട്ടില്ല. അവനക്ക് ഒരു എക്സ്പീരിയൻസും ഇല്ല, ഫ്ലൈ ചെയ്തതിന്റെ ഒരു എക്സ്പീരിയൻസും ഇല്ല. He was left alone on the ledge with nothing to eat. അങ്ങനെ ഒരു ദിവസം എന്താണ്? ഇവന്റെ ഫാമിലിയിലുള്ള എന്താണ്? ഇവന്റെ ബ്രദേഴ്സ് സിസ്റ്റേഴ്സും പിന്നെ എന്താണ് ഇവന്റെ അച്ഛനും അമ്മയ്ക്കും എന്ത് പോകും? അവര് എന്ത് തേടി പോണ്ടി വരും? നമുക്ക് ഭക്ഷണം തേടി പോണ്ടി വരും. അപ്പൊ ഇവരെല്ലാരും പറന്നു പോകും. ഇവൻ മാത്രം എവിടെ ഇരിക്കും? ആ ലെഡ്ജിലിരിക്കും. എനിക്ക് ഒന്നും കഴിക്കാനൊന്നുമില്ല. അപ്പൊ ഭയങ്കരമായിട്ട് വിശപ്പൊക്കെ ഉണ്ടാവും. ഓക്കെ, ബാക്കി നോക്കാം. ഹിസ് ഫാമിലി എക്സ്പെഷ്യലി മദർ ഗേവ് ഹിം കോൺഫിഡൻസ് ടു ഫ്ലൈ. അപ്പൊ ഇവന്റെ ഫാമിലി, പ്രത്യേകിച്ച് ഇവന്റെ മദർ എന്ത് ചെയ്തിരുന്നു? ഇവനക്ക് നല്ലോണം കോൺഫിഡൻസ് കൊടുത്തിരുന്നു. നിനക്ക് പറക്കാൻ പറ്റും, നീ ഇരുന്നിട്ട് കാര്യമില്ല, നിനക്ക് പറക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞ് നല്ലോണം കോൺഫിഡൻസ് ആര് കൊടുത്തിരുന്നു? അമ്മ കൊടുത്തിരുന്നു. Okay. His father, 2 brothers and sisters were flying around him and supported him. അപ്പൊ എന്താണ്? ഇവന്റെ അച്ഛനും ഇവന്റെ 2 ബ്രദേഴ്സും സിസ്റ്ററും ഒക്കെ എന്താണ് ചെയ്തിരുന്നത്? ഇവനക്ക് ചുറ്റും ഇങ്ങനെ ഫ്ലൈ ചെയ്തുകൊണ്ട് ഇവനെ സപ്പോർട്ട് ചെയ്തിരുന്നു. ഓക്കെ, ഇതുവരെ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഓക്കെ, നമുക്ക് ബാക്കി നോക്കാം.
She came near with him a scrap of fish on beak. Beak എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചുണ്ടുണ്ടാവില്ലേ, ആ ഒരു പക്ഷിയുടെ ചുണ്ടിനെയാണ് ബീക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താണ്, ഒരു ദിവസം അമ്മ, ഇവിടെ ഷീ ഉദ്ദേശിക്കുന്നത് അമ്മ, മദർ സീഗിളിനാണ്. അപ്പൊ ഈ ഒരു അമ്മ സീഗിൾ എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എന്താ, ഒരു ഫിഷ്, ചെറിയൊരു ഫിഷിന്റെ ഒരു ഇത് പിടിച്ചിട്ട് എന്ത് ചെയ്തു, ഇങ്ങനെ കൊക്കുമ്പോ പിടിച്ചിട്ട് ഇങ്ങനെ കൊണ്ടുവന്നു. ടയേർഡ് ഓഫ് ഹങ്കർ ഹി ഡൈഡ് ഫോർ ദ ഫിഷ് ആൻഡ് ഫെൽ ഡൗൺ. എന്താണ് സംഭവിച്ചത്, അപ്പം വളരെയധികം എന്തിനു വേണ്ടി ടയേർഡ് ആയിരുന്നു, വളരെയധികം വിശന്ന് വളരെയധികം ടയേർഡ് ആയതുകൊണ്ട് എന്താണ്, അവൻ ഇങ്ങനെ ഡൈവ് ചെയ്തു. എന്തിനു വേണ്ടി ഡൈവ് ചെയ്തു, ആ ഫിഷിന് വേണ്ടി ഡൈവ് ചെയ്തു. ഫൈനലി ഹി ഫ്ലൂ ആൻഡ് ഓൾ ദ ഫാമിലി മെമ്പേഴ്സ് ഷോട്ട് ദെയർ ജോയ് ബൈ ഫ്ലൈയിങ് വിത്ത് ഹിം. എന്താണ് സംഭവിച്ചത് നോക്കാം. അങ്ങനെ ഇവൻ ഡൈവ് ചെയ്ത സമയത്ത് ഇവൻ അടിയിലോട്ട് വീഴാനായിട്ട് പോയി. ആ ഒരു സമയത്ത് ഇവൻ എന്ത് ചെയ്തു, പെട്ടെന്ന് പറന്നു. ആ ഒരു സമയത്ത് എന്താണ് സംഭവിക്കുന്നത്, നമ്മുടെ യങ് സീകൾ പെട്ടെന്ന് പറന്നു. അപ്പോൾ ആ ഒരു ഫാമിലിക്ക് വളരെയധികം സന്തോഷമായിട്ട് ഫാമിലിയും എന്താണ് അതിന്റെ കൂടെ, യങ് സീലിന്റെ കൂടെ പറക്കുകയാണ്. ഹി ലേൺ ദ ആർട്ട് ഓഫ് ഫ്ലൈയിങ്. അങ്ങനെ ഇവൻ എന്ത് പഠിക്കുകയാണ്, ആർട്ട് ഓഫ് ഫ്ലൈയിങ്, ഫ്ലൈയിങ് എങ്ങനെയാണ് ഫ്ലൈ ചെയ്യണമെന്ന് പഠിക്കുകയാണ്. He studied how to land over C2. അത് മാത്രമല്ല, ഫ്ലൈ ചെയ്യാൻ മാത്രമല്ല, ലാൻഡ് ചെയ്യാനും കൂടി ഇവൻ എന്ത് ചെയ്യാണ്, നമ്മുടെ യങ് സീകള് പഠിക്കുകയാണ്. എവറി ചൈൽഡ് നീഡ്സ് കറേജ് ആൻഡ് സപ്പോർട്ട് ഇൻ ഹിസ് ലൈഫ്. നമ്മുടെ എല്ലാ മക്കൾക്കും എന്ത് വേണം, നമ്മുടെ ലൈഫിൽ എപ്പോഴും എന്ത് വേണം, ഒരു കറേജും ഒരു സപ്പോർട്ടും നമ്മുടെ എല്ലാവർക്കും വേണം. ഇപ്പൊ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ സപ്പോർട്ട് നിങ്ങളുടെ അമ്മയായിരിക്കാം, അച്ഛനായിരിക്കാം, സിബ്ലിങ്സ് ആയിരിക്കാം, ഫ്രണ്ട്സ് ആയിരിക്കാം, ആരെങ്കിലും നിങ്ങൾക്ക് എവിടെന്നെങ്കിലൊക്കെ ഒരു സപ്പോർട്ട് ഉണ്ടാവും അല്ലെ. നമ്മുടെ എല്ലാവരുടെ ലൈഫിലും എന്ത് വേണം, പ്രത്യേകിച്ച് കുട്ടികളുടെ ലൈഫിൽ എന്ത് വേണം, എപ്പോഴും ഒരു സപ്പോർട്ട് വേണം. ഓക്കെ, ടു ബി സക്സസ്ഫുൾ വി ഹാവ് ടു ബി courageous, confident and self-reliant. The story conveys the message that we can achieve anything without taking risk. അപ്പൊ എന്താ പറയണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ സ്റ്റോറി മെയിൻ ആയിട്ട് പറയുന്നത് എന്താണ്, നമ്മൾ റിസ്ക് എടുക്കാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരിക്കലും ഒരു അച്ചീവ്മെന്റ് നമുക്ക് നേടിയെടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ എല്ലാവരും ഈ ഒരു പാഠം എന്ത് ചെയ്യണം, ലൈഫിൽ എപ്പോഴും കൊണ്ട് നടക്കേണ്ട ഒരു കോൺസെപ്റ്റ് ആണ്. ഓക്കെ, നമുക്കിനി ബാക്കി നോക്കാം. ഇനി ഇതിൽ പറയുന്നത് നമ്മുടെ മദർ സീകളുടെ ക്യാരക്ടർ സ്കെച്ച് ആണ്. ഓക്കെ, നമുക്ക് നോക്കാം. The mother seagull is a character in the story His First Flight by Liam O'Flaherty. അതായത് മദർ സീഗിൾ എന്താണ്, ഒരു ഇമ്പോർട്ടന്റ് ക്യാരക്ടർ ആണ്. ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഒരു ഇമ്പോർട്ടന്റ് ക്യാരക്ടർ ആണ്. ഷീ അപ്പിയേഴ്സ് ടു ബി എ ടഫ് ബട്ട് മോട്ടിവേറ്റിംഗ് ക്യാരക്ടർ. അതായത് ആ ഒരു അമ്മ എന്ന് പറയുമ്പോൾ എന്താണ്, നമുക്ക് ചിലരുടെ അമ്മമാരെന്താ ഭയങ്കര ടഫ് ആയിരിക്കും അല്ലെ, ചിലർ ഭയങ്കര എന്താണ് ഭയങ്കര ഫ്രണ്ട്ലി ആയിരിക്കും. പക്ഷെ ഇതിൽ അമ്മ എന്താണ്, കുറച്ച് ടഫ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആണ്, പക്ഷെ ഒരു മോട്ടിവേറ്റിംഗ് ക്യാരക്ടർ കൂടിയാണ്. ഓക്കെ, ഇൻ റിയാലിറ്റി ഷീ ഈസ് ലവിങ് ആൻഡ് കെയറിങ്. അതായത് പുറമേ കാണുമ്പോൾ ടഫ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിലും റിയാലിറ്റിയിൽ എന്താണ്, വളരെയധികം സ്നേഹമുള്ള ഒരു അമ്മയാണ് ആര്, നമ്മുടെ മദർ സീഗിൾ. ഓക്കെ, ഹി നോസ് ഹെർ ചിൽഡ്രൻ ബെറ്റർ ദാൻ എനി അതർ പേഴ്സൺ. അതായത് അമ്മയ്ക്ക്, ഇപ്പൊ എല്ലാ അമ്മമാർക്കും അങ്ങനെയാണ്, മറ്റൊരാളെയും സ്വന്തം മക്കളെ അമ്മമാർക്ക് കൂടുതൽ അറിയാനായിട്ട് പറ്റും. അതേപോലെ തന്നെയാണ് മദർ സീഗിളിനും എന്താണ്, മറ്റാര് തന്റെ യങ് സീഗിളിനെ, ആ ഒരു സീഗിളിനെ മനസ്സിലാക്കുന്നതിന് മുമ്പ് അമ്മ ആരെ മനസ്സിലാക്കിയിട്ടുണ്ട്, ആ ഒരു സീഗിളിനെ മനസ്സിലാക്കിയിട്ടുണ്ട്. ഷീ റിയലൈസസ് ദാറ്റ് ഹെർ ലിറ്റിൽ വൺ നീഡ്സ് എ ലോട്ട് ഓഫ് മോട്ടിവേഷൻ ടു അച്ചീവ് ഹിസ് ഗോൾ ഓഫ് ഫ്ലൈങ്. അതായത് അമ്മ എന്ത് മനസ്സിലാക്കുകയാണ്, ആ ഒരു മകന് എന്ത് വേണമെന്ന് മനസ്സിലാക്കുകയാണ്, കുറെ അധികം മോട്ടിവേഷൻ വേണം. എന്തിനു വേണ്ടിയിട്ട്, ആ ഒരു ഫ്ലൈയിങ് എന്ന് പറഞ്ഞ ആ ഒരു അച്ചീവ്മെന്റ് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് മോട്ടിവേഷൻ വേണമെന്ന് ആര് മനസ്സിലാക്കുകയാണ്, അമ്മ മനസ്സിലാക്കുകയാണ്. ഷീ ക്രിയേറ്റ്സ് a challenging situation for the young seagull to make his first flight. അതുകൊണ്ടാണ് അമ്മ എന്ത് ചെയ്യുന്നത്, അങ്ങനെ ഒരു ചലഞ്ചിങ് സിറ്റുവേഷൻ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആ ഒരു യങ് സീഗിളിന്റെ ആ ഒരു ബീക്കുമ്മൽ എന്ത് ചെയ്യും, ഒരു ഫിഷിന്റെ ഒരു ചെറിയൊരു ഭാഗം പിടിച്ചിട്ട് എന്ത് അവന്റെ അടുത്തോട്ട് വരുന്ന ഒരു സീനൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പൊ ആ സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യണ എന്തിനു വേണ്ടിയിട്ടാണ്, അവന്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് അമ്മയ്ക്ക് കാണാൻ വേണ്ടിയിട്ടാണ്, അവൻ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അവനെ ഒന്നും കൂടി എൻകറേജ് ചെയ്യാനും അവനക്ക് ഒരു വാശി കൊണ്ടുവരാനും വേണ്ടിയിട്ടാണ് അമ്മ അങ്ങനെ ചെയ്യണത്. ഷീ അപ്പിയേഴ്സ് വിത്ത് എ പീസ് ഓഫ് ഫിഷ് ബട്ട് ഹാർട്ട്സ് ഇൻ ദ എയർ. എന്താണ്, മാഡഡ് ബൈ ദ ഹങ്കർ ദി യങ് സീഗിൾ ഡൈസ് ഫോർ ദ ഫിഷ്. എന്താണ് സംഭവിക്കുന്നത്, ആ ഒരു അമ്മ എന്ത് ചെയ്യാണ്, ഒരു ചെറിയൊരു പീസ് ഓഫ് ഫിഷ് കൊണ്ടത് എന്താണ് എയറിലോട്ട് ഇങ്ങനെ വലിച്ചെറിയുന്ന സീനൊക്കെ ഉണ്ട്. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്, നമ്മുടെ യങ് സീഗിള് ഡൈവ് ചെയ്യാണ്. ഓക്കെ, യങ് സീഗിൾ എന്ത് ചെയ്യാണ്, ആ ഒരു ഫിഷിന് വേണ്ടിയിട്ട് ഡൈവ് ചെയ്യാണ്. ദ മദർ ഹെൽപ്സ് ദ യങ് സീഗിൾ ടു ഡെവലപ്പ് സെൽഫ് കോൺഫിഡൻസ് ആൻഡ് ബിക്കം സെൽഫ് റിലയന്റ്. അപ്പോ അമ്മ എന്ന് പറയുന്ന ആ ഒരു സീഗിളാണ് എന്ത് ചെയ്യണത്, നമ്മളെ ഈ ഒരു യങ് സീഗിളിന് എന്താണ്, ഒരു സെൽഫ് കോൺഫിഡന്റ് ആക്കാൻ വേണ്ടിയിട്ടൊക്കെ എന്താണ് നല്ലോണം ഹെൽപ്പ് ചെയ്യണത് ആരാണ്, അമ്മയാണ്. ഓക്കെ, പാരന്റ്സ് ആർ ദ ഫസ്റ്റ് ടീച്ചേഴ്സ് ഓഫ് ദെയർ ചിൽഡ്രൻ. അച്ഛനും അമ്മയാണ് എന്ത്, എല്ലാ മക്കളുടെയും ഫസ്റ്റ് ടീച്ചേഴ്സ് എന്ന് പറയുന്നത്. അച്ഛനമ്മയിൽ നിന്നാണ് നമ്മൾ കുറെ വാക്കുകൾ പഠിക്കുന്നത് അല്ലെ, നമ്മൾ കുറെ കാര്യങ്ങൾ പഠിക്കുന്നത് എല്ലാം ആരിൽ നിന്നാണ്, അച്ഛനമ്മയിൽ നിന്നായിരിക്കും. ഓക്കെ, ചിൽഡ്രൻസ് ലേൺ ദ ലെസൺസ് ഓഫ് ലൈഫ് മോസ്റ്റ്ലി ഫ്രം ദെയർ ഹോം. അതായത് ഓരോ ചിൽഡ്രൻസും എന്താണ്, അവർ ലൈഫിലുള്ള ഓരോ പാഠങ്ങളും മെയിൻ ആയിട്ട് മനസ്സിലാക്കിയെടുക്കുന്നത് എവിടെ തന്നെയാണ്, വീട്ടിൽ തന്നെയാണ്. ഓക്കെ, ദ മദർ സീഗിൾ ഇൻ ദ സ്റ്റോറി ഈസ് എ റോൾ മോഡൽ ഫോർ ഓൾ ദ മദേഴ്സ്. അതായത് ഈ ഒരു അമ്മ സീഗിൾ എന്താണ്, എല്ലാ അമ്മമാർക്കും എന്താണ് ഒരു റോൾ മോഡൽ ആക്കാൻ പറ്റിയ ഒരു പേഴ്സൺ ആണ്. ഓക്കെ, നമുക്കിനി നെക്സ്റ്റ് യങ് സീഗിളിന്റെ ക്യാരക്ടർ സ്കെച്ച് നോക്കാം. ഓക്കെ,
Young Seagull is a character in the story His First Flight by Liam O'Flaherty. അതായത് യങ് സീഗിൾ എന്താണ്, ഞാൻ നേരത്തെ പറഞ്ഞ തന്നെ ഒരു ഇമ്പോർട്ടന്റ് ക്യാരക്ടർ ആണ്. ലിയാം ഓഫ്ലഹർട്ടിയുടെ ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഒരു ഇമ്പോർട്ടന്റ് ക്യാരക്ടർ ആണ്. ഹി വാസ് ലെഫ്റ്റ് അലോൺ ഓൺ ദി എഡ്ജ്. അതായത് അവൻ എന്താണ്, ഒറ്റയ്ക്ക് എവിടെ ആ ഒരു പാറക്കെട്ടിൽ ഒറ്റയ്ക്കായി പോവാണ്. കാരണം എന്താ, ഹി വാസ് അഫ്രൈഡ് ടു ഫ്ലൈ. അതായത് പറക്കാൻ പേടിയുള്ളത് കൊണ്ട് എവിടെ ഒറ്റപ്പെട്ടു പോവാണ്, ആ പാറക്കെട്ടിൽ ഒറ്റപ്പെട്ടു പോവാണ്. ലാക്ഡ് ഓഫ് കോൺഫിഡൻസ്. അത് മാത്രമല്ല അവനക്ക് എന്ത് കുറവായിരുന്നു, വളരെയധികം കോൺഫിഡൻസ് കുറവായിരുന്നു. ഹി തോട്ട് ഹിസ് വിങ്സ് വുഡ് നോട്ട് സപ്പോർട്ട് ഹിം. അവൻ എന്ത് വിചാരിക്കുന്നുണ്ട്, അവന്റെ വിങ്സ് ഒരിക്കലും അവനെ സപ്പോർട്ട് ചെയ്യില്ല എന്ന് വിചാരിക്കുന്നുണ്ട്. അവന്റെ ചിറകുകൾ ഒരിക്കലും അവനെ സപ്പോർട്ട് ചെയ്യില്ല എന്ന് വിചാരിക്കുന്നുണ്ട്. ഹി ഓൾസോ അഫ്രൈഡ് ഓഫ് ദ വാസ്റ്റ് എക്സ്പാൻസ് ഓഫ് ദ സീ. ഹിസ് സിബ്ലിങ്സ് ഫ്ലൂ ടു ദി അതർ സൈഡ്. അതായത് ഇവന്റെ സിബ്ലിങ്സ് എല്ലാവരും എന്ത് ചെയ്യും, അങ്ങോട്ട് പോകും, പല പല സൈഡിലോട്ടൊക്കെ പോകും. പക്ഷെ ഇവൻ അപ്പോഴും എന്ത് തന്നെ ഇരിക്കുകയാണ്, ആ പാറക്കെട്ടിൽ തന്നെ ഇരിക്കുകയാണ്. അവനക്ക് ഈ പറക്കാൻ പേടിയായതുകൊണ്ട് തന്നെ എവിടെ ഇരിക്കുകയായിരുന്നു, ആ പാറക്കെട്ടിൽ തന്നെ ഇരിക്കുകയായിരുന്നു. ഹിസ് പാരന്റ്സ് ട്രൈ ടു മോട്ടിവേറ്റ് ഹിം. ആ പാരന്റ്സ് എന്ത് ചെയ്യുന്നുണ്ട്, അവനെ നല്ലോണം മോട്ടിവേറ്റ് ചെയ്യണം. എന്തിനു വേണ്ടിയിട്ടാണ് മോട്ടിവേറ്റ് ചെയ്യണത്, പറക്കാൻ വേണ്ടി, ഫ്ലൈ ചെയ്യാൻ വേണ്ടി നല്ലോണം പാരന്റ്സ് മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. ഹിസ് മദർ അപ്രോച്ച്ഡ് വിത്ത് എ പീസ് ഓഫ് ഫിഷ് ആൻഡ് halted in the air. Maddened by hunger, the young seagull dived for the fish. നേരത്തെ പറഞ്ഞ സെന്റൻസ് തന്നെയാണ്. എന്താണ്, അമ്മ ഒരു പീസ് ഫിഷും കൊണ്ട് വരാണ്. അത് എന്താണ്, ആ ഒരു ഫിഷിന് വേണ്ടി അവൻ എന്ത് ചെയ്യാണ്, ഡൈവ് ചെയ്യാണ്. ഡൈവ് ചെയ്തതിനു ശേഷം അവൻ എന്താണ്, പറക്കാണ്. ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ട് തന്നെയാണ് വീണ്ടും നന്നായിട്ട് റിപ്പീറ്റ് ചെയ്യാത്തത് കേട്ടോ. ഓക്കെ, that helped him to make his first flight. അങ്ങനെ ആ ഒരു ഫിഷിന് വേണ്ടിയിട്ടുള്ള ഒരു ഹങ്കർ അവൻ എന്ത് ചെയ്യാണ്, അവന്റെ ഫസ്റ്റ് ഫ്ലൈറ്റിന് വേണ്ടിയിട്ട് അവൻ എന്ത് ചെയ്യാണ്, അവൻ കറക്റ്റ് ആയിട്ട് അവന്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് അവിടെ നടത്താണ്. ഓക്കെ, എ ജേർണി ഓഫ് 1000 miles begins with a single step. ഓക്കെ, നമുക്ക് എന്താണ്, കുറെ ദൂരം പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം, നമ്മൾ ആദ്യം ഒരു സിംഗിൾ സ്റ്റെപ്പ് അവിടെ വെക്കണം, എന്നാലും നമുക്ക് കുറെ ദൂരം പോകാൻ പറ്റുള്ളൂ എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ 2 ക്യാരക്ടർ സ്കെച്ച് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് പറയാൻ പോകുന്നത് റിവ്യൂ ആണ്. എന്താണ് റിവ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോ കുറെ പേർക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും, എന്താണ് റിവ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. റിവ്യൂ എന്ന് പറഞ്ഞാൽ എന്താ, ഇപ്പൊ നമ്മളൊരു സിനിമയ്ക്ക് പോയാൽ എന്താണ്, ചില ആൾക്കാർ നമ്മളോട് ചോദിക്കും അതിന്റെ റിവ്യൂ എന്താണെന്നൊക്കെ ചോദിക്കും അല്ലെ. ചില നമ്മൾ സിനിമ പോണേന് മുമ്പ് എന്ത് നോക്കും, റിവ്യൂ നോക്കും. റിവ്യൂ എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മളൊരു സംഭവം ഒരു ബുക്ക് വായിച്ചു അല്ലെങ്കിൽ ഇത് നമ്മളെന്താ ചാപ്റ്റർ ആണ് വായിക്കണം, അപ്പൊ ആ ചാപ്റ്ററിന്റെ റിവ്യൂ ആണ് നമ്മൾ പറയേണ്ടത്. നമ്മൾ ബുക്ക് അല്ലെങ്കിൽ ഒരു സിനിമ തന്നെ എടുക്കുക, ഒരു സിനിമയാണ് നമ്മൾ കാണുന്നുണ്ടെങ്കിൽ എന്താണ് നമ്മൾ റിവ്യൂ പറയുമ്പോൾ എന്ത് പറയും, അതിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പറയും അല്ലെ. ഇപ്പോഴത്തെ ഒരു ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ എന്താണ്, ഡയറക്ടർ, സിനിമാറ്റോഗ്രഫി, പിന്നെ എന്താണ് എഡിറ്റിംഗ്, അങ്ങനെ പല പല കാര്യങ്ങൾ നമ്മൾ നോക്കും. അതേപോലെ തന്നെ എന്താണ് ഒരു ചാപ്റ്ററിലെ റിവ്യൂ എന്ന് പറയുമ്പോൾ എന്താണ്, അതിലൊരു പ്രത്യേകിച്ച് ഒരു ഇമ്പോർട്ടന്റ് ടോപ്പിക് ഉണ്ടാവും, ആ ടോപ്പിക്കിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യണം, പിന്നെ എന്താണ് ഓഥറിനെ പറ്റി പറയണം, പിന്നെ ആ ചാപ്റ്ററിന്റെ ഒരു ഷോർട്ട് നറേഷനും കൊടുക്കണം. അപ്പൊ ഇവിടെ ഒരു റിവ്യൂ ആണ്, ഞാൻ റിവ്യൂ ജസ്റ്റ് നിങ്ങൾക്ക് ഒന്ന് പറഞ്ഞുതരാം. ഈ ഒരു ചാപ്റ്ററിന്റെ റിവ്യൂ കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങൾ കറക്റ്റ് ആയിട്ട് നോക്കി വെച്ച് പോകണം. ഓക്കെ, അപ്പൊ ഞാനൊരു നേരത്തെ നമ്മൾ പറഞ്ഞത് നറേഷൻ ആണ്. നറേഷൻ എന്തായാലും പഠിച്ചു വെക്കാം, ഇതൊരു റിവ്യൂ ആണ്. റിവ്യൂ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കണം കേട്ടോ, വായിച്ച് നോക്കണം എങ്ങനെയാണ് റിവ്യൂ എഴുതണേന്നുള്ളത്. നമുക്ക് നോക്കാം. The short story His First Flight by Irish author Liam O'Flaherty is about a family of seagulls. അതായത് ഷോർട്ട് സ്റ്റോറി ആയിട്ടുള്ള ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞ എഴുതിയേക്കുന്നത് ആരാണ്, ഐറിഷ് ഓഥറായ ലിയാം ഓഫ്ലഹർട്ടി ആണ്. ഈ സ്റ്റോറി മെയിൻ ആയിട്ട് പറയുന്നത് എന്തിനെ പറ്റിയാണ്, സീഗൾസിന്റെ ഫാമിലിനെ പറ്റിയാണ് മെയിൻ ആയിട്ട് പറയുന്നത്. ഓക്കെ, he narrates vividly how a frightened seagull learns to fly. അപ്പൊ ഈ ഒരു സ്റ്റോറി നറേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഒരു ഭയങ്കര പേടിയുള്ള ഒരു സീഗിൾ എങ്ങനെയാണ് പറന്നത്, അവരെങ്ങനെയാണ് പറന്നുയർന്നത് എന്നുള്ളതാണ് ഈ ഒരു ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് പറയുന്നത്. The story is a metaphorical representation of humans needs to be independent and confident. അതായത് ഈ ഒരു സ്റ്റോറി എന്ന് പറഞ്ഞ ഒരു മെറ്റഫോറിക്കൽ റെപ്രസെന്റേഷൻ ആണ്. എന്തിനാ, നമ്മൾ എല്ലാ മനുഷ്യന്മാരും എന്ത് ചെയ്യണം, നമ്മളെപ്പോഴും ഇൻഡിപെൻഡന്റ് ആയി കോൺഫിഡന്റ് ആയിരിക്കണം എന്നുള്ളതിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ടാണ് ഒരു സ്റ്റോറി നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ദ സ്റ്റോറി ഹൈലൈറ്റ്സ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഇൻഡിപെൻഡൻസ് ആൻഡ് സെൽഫ് കോൺഫിഡൻസ്. ഈ സ്റ്റോറി മെയിൻ ആയിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നത് എന്താണ്, ഇൻഡിപെൻഡൻസും സെൽഫ് കോൺഫിഡൻസും ആണ് മെയിൻ ആയിട്ട് ഹൈലൈറ്റ് ചെയ്യണത്. ഇതൊന്ന് ഓർത്ത് വെക്കണം കേട്ടോ, ഈ ഒരു പോയിന്റ് ഓർത്ത് വെക്കാം. ഈ ഒരു സ്റ്റോറി മെയിൻ ആയിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നത് എന്താണ്, ഇൻഡിപെൻഡൻസും സെൽഫ് കോൺഫിഡൻസും ആണ് മെയിൻ ആയിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നത്. ഓക്കെ, ബാക്കി നോക്കാം. വൺസ് എ യങ് സീഗിൾ വാസ് സ്റ്റാൻഡിങ് അലോൺ ഓൺ എ റോക്ക് ഇൻ ദ സീ. ഈ ചാപ്റ്ററിനാണ് വീണ്ടും പറയുന്നത് കേട്ടോ, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. Once a young seagull was standing alone on a rock in the sea. അതായത് ഒരു റോക്ക്, പാറക്കെട്ടിന്റെ മുകളിൽ ആരിയ്ക്കാണ്, ഒരു യങ് സീഗിൾ ഇരിക്കുകയാണ്. He was very much afraid of flying. അവൻ വളരെയധികം എന്താണ്, ഫ്ലൈ ചെയ്യാൻ, പറക്കാൻ വളരെയധികം പേടിയായിരുന്നു. ഓക്കെ, his parents taught his sister and 2 brothers how to fly and dive for fish. അതായത് അച്ഛനും അമ്മയും എന്താണ് കറക്റ്റ് ആയിട്ട് അവന്റെ സിസ്റ്റേഴ്സിനെ, ഇവനെയും പഠിപ്പിച്ചിട്ടുണ്ട്, പക്ഷെ അവനക്ക് പേടിയായതുകൊണ്ടാണ് അവൻ പഠിക്കാതിരുന്നത്. സിസ്റ്റേഴ്സിനെയും ബ്രദേഴ്സിനെയും കറക്റ്റ് ആയിട്ട് എങ്ങനെയാണ് പറക്കേണ്ടത്, എങ്ങനെയാണ് ഒരു ഫിഷിന് വേണ്ടി ഡൈവ് ചെയ്യേണ്ടതെന്നൊക്കെ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. They tried to their level best to teach the young seagull to fly but in vain. പക്ഷെ എന്താണ്, അവരും എന്ത് ചെയ്തിട്ടുണ്ട്, സീഗിളിനെ പഠിക്കാൻ, യങ് സീഗിളിനെ പഠിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്, പക്ഷെ അതൊക്കെ എന്താണ്, വെറുതെ ആയിപ്പോയി.
കാരണം അവനക്ക് വളരെയധികം പേടിയാണ്, പറക്കാൻ വളരെയധികം പേടിയായതുകൊണ്ട് തന്നെ അവൻ എന്ത് ചെയ്തിട്ടില്ല, പറക്കാനായിട്ട് ശ്രമിച്ചിട്ടില്ല. ഓക്കെ, ബാക്കി നോക്കാം. One day his parents taught a plan to ടീച്ചിങ് മൈ ആർട്ട് ഓഫ് ഫ്ലൈയിങ്. അങ്ങനെ ഒരു ദിവസം പിന്നെ പാരന്റ്സ് എന്ത് ചെയ്യണം, ഒരു പ്ലാൻ തയ്യാറാക്കണം. എന്തിനു വേണ്ടിയിട്ടാണ്, അവൻ ആ ഒരു ഫ്ലൈയിങ്, ആർട്ട് ഓഫ് ഫ്ലൈയിങ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്ലാൻ തയ്യാറാക്കുകയാണ്. ഓൾ ദ മെമ്പേഴ്സ് ഓഫ് ദ ഫാമിലി ഫ്ലൂ അവേ ടു അനദർ റോക്ക് ആൻഡ് ലെഫ്റ്റ് ഹിം അലോൺ. അപ്പൊ ഇവരെന്താ ചെയ്തത്, എല്ലാ മെമ്പേഴ്സും, ആ ഫാമിലിയിലുള്ള യങ് സീകളുടെ ഫാമിലിയിലുള്ള എല്ലാ മെമ്പേഴ്സും എന്താണ്, അവർ നിന്നിരുന്ന ആ ഒരു റോക്കിൽ നിന്ന്, ആ ലെഡ്ജിൽ നിന്നാണ് വേറൊരു ലെഡ്ജിലോട്ട് പോവാണ്, വേറൊരു റോക്കിലോട്ട് പോവാണ്. ഇവൻ മാത്രം ഒറ്റപ്പെട്ടു പോവാണ്. കാരണം എന്താ, ഇവനക്ക് പറക്കാൻ അറിയില്ല, ഇവനക്ക് പറക്കാൻ പേടിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവൻ മാത്രം ഒറ്റപ്പെട്ടു പോവാണ്. ഇവന്റെ പാരന്റ്സ്, അതായത് പാരന്റ്സും പിന്നെ സിബ്ലിങ്സ് ഒക്കെ ഇങ്ങോട്ട് പോവാണ്, വേറൊരു റോക്കിലോട്ട് പോവാണ്, ഇവനെ ഒറ്റക്കാക്കിയിട്ട് പോവാണ്. They did not give him anything to eat. അവർ എന്ത് ചെയ്തിട്ടുണ്ടായില്ല, ഇവർക്ക് ഒന്നും കഴിക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. The young seagull was maddened by with hunger. അതുകൊണ്ട് തന്നെ യങ് സീഗിൾ എന്താണ്, വളരെ വിശന്നു, ഭയങ്കരമായിട്ട് വിശന്നു. അവർക്ക് എന്താണ് വിശന്ന്, നമുക്ക് പറയില്ലേ, വിശന്ന് ഭ്രാന്ത് പിടിക്കണം എന്ന് പറയില്ലേ, ആ ഒരു അവസ്ഥ ആർക്ക് വരാണ്, യങ് സീഗിളിന് വരാണ്. He even tried to walk to the edge of the rock. He stood there on the leg and closed his eyes to attract the attention of his family. Okay, അപ്പൊ ഇവൻ എന്താണ്, ആ ഒരു ഫാമിലിയുടെ അട്രാക്ഷൻ കിട്ടാൻ വേണ്ടി ഇവൻ പല കാര്യങ്ങളും അവിടെ നിന്ന് കാണിച്ചിരുന്നു. ഓക്കെ, he saw his mother tearing a piece of fish. അപ്പോ എന്ത് കാണാണ്, ഇവന്റെ അമ്മ ഒരു പീസ് ഓഫ് ഫിഷും കൊണ്ട് വരുന്നത് ഇവൻ കാണുകയാണ്. ഓക്കെ, he begged his mother to give him food. അപ്പൊ ഇവൻ എന്ത് ചെയ്യാണ്, അത്രയും നേരം വിശന്നിട്ട് അമ്മനോട് ബെഗ് ചെയ്യാണ്, യാചിക്കുകയാണ്, ഫുഡ് തരാൻ വേണ്ടി യാചിക്കുകയാണ്. ബട്ട് മദർ വാസ് പുട്ടിങ് ഹിം അലോൺ ഓൺലി ടു ടീച്ച് ഹിം എ ലെസൺ. പക്ഷെ അമ്മയുടെ പ്ലാൻ ആയിരുന്നു എന്താ, അവൻ ഒറ്റക്കാക്കി പോകണുള്ള അമ്മയുടെ പ്ലാൻ. എന്തിനു വേണ്ടായിരുന്നു അങ്ങനെ ഒരു പ്ലാൻ, അവനെ ഫ്ലൈ ചെയ്യണത് എങ്ങനെയാണ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ആഫ്റ്റർ സം ടൈം ഷീ ടുക്ക് എ പീസ് ഓഫ് ഫിഷ് ഇൻ ഹെർ ബീക്ക് ആൻഡ് കെയിം ഫ്ലൈയിങ് ഓവർ ഹിം. അങ്ങനെ എന്താണ്, അമ്മ കുറച്ച് സമയത്തിന് ശേഷം എന്താ, ഒരു ഫിഷ് ബീക്കിൽ വെച്ചതിന് ശേഷം, ചുണ്ടിൽ വെച്ചതിന് ശേഷം എങ്ങോട്ട് ചെല്ലാണ്, അവരെ റോക്കിലോട്ട് ചെല്ലാണ്. ഓക്കെ, വെൻ ഷീ റീച്ച്ഡ് ഓവർ ഹിം ഷീ ബിക്കേം മോഷൻലെസ് ഇൻ ദി എയർ. അങ്ങനെ എന്താ, അവൾ അവിടെ എത്തിയതിന് ശേഷം, അതായത് റോക്കിൽ വന്ന് ഇറങ്ങിയിട്ടില്ല, റോക്കിന്റെ മുകളിൽ എത്തിയതിനു ശേഷം അവൾ അവിടെ തന്നെ മോഷൻലെസ് ആയിട്ട്, അവിടെ സ്റ്റിൽ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഓക്കെ, ഷീ ഡിഡ് നോട്ട് ഗെറ്റ് ഡൗൺ ഓൺ ദി റോക്ക്. അവൾ എന്ത് ചെയ്തില്ല, അടിയിലോട്ട് ഇറങ്ങി വന്നില്ല, ആ റോക്കിന്റെ അടിയിലോട്ട് എന്ത് ചെയ്തില്ല, ഇറങ്ങി വന്നില്ല. ഷീ വാണ്ടഡ് ടു ഗീവ് ദ യങ് സീഗിൾ ആൻഡ് ഇൻസെന്റീവ് ടു ഫ്ലൈ. അപ്പോ അവൾക്ക് എന്താണ്, ആ ഒരു യങ് സീഗിളിന് എന്ത് കൊടുക്കണം, എന്തെങ്കിലും ഒരു പ്രചോദനം കൊടുക്കണം, ഈ ഫ്ലൈ ചെയ്യാൻ എന്തെങ്കിലും ഒരു പ്രചോദനം കൊടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് ആ ഒരു പീസ് ഓഫ് ഫിഷും കൊണ്ട് വന്നത്. ദ യങ് സീഗിൾ ബെന്റ് ഫോർവേഡ് ആൻഡ് ജംപ്ഡ് അറ്റ് ദി ഫിഷ്. അപ്പോ യങ് സീഗിൾ എന്ത് ചെയ്തു, ആ ഫിഷിനെ കണ്ടപ്പോ എന്താണ്, അതിന് വേണ്ടിയിട്ട് ജമ്പ് ചെയ്തു, ചാടി. ഓക്കെ, ബട്ട് ഹിസ് മദർ ഫ്ലൂ അപ്പാർട്ട്. പക്ഷെ അമ്മ എന്ത് ചെയ്തു, മുകളിലോട്ട് പറന്നു. ഇവൻ കുറച്ച് ഇങ്ങനെ ചാടിയപ്പോ അമ്മ എന്താണ്, അതിന്റെ മുകളിലോട്ട് പറന്നു. സോ ഹി ലോസ്റ്റ് ഹിസ് ബാലൻസ്. അങ്ങനെ അവന്റെ ബാലൻസ് പോയി. ആൻഡ് ഫ്ലൂ ഡൗൺ ഫ്രം ദ റോക്ക് ഇൻ ടു ദ സ്പേസ്. അങ്ങനെ ആ ഒരു റോക്കിൽ നിന്ന് അടിയിലോട്ട് അവൻ ഇങ്ങനെ വീഴാൻ വേണ്ടി പോവാണ്. ഹി ബിക്കെയിം വെരി മച്ച് ഫ്രൈറ്റൺ. അങ്ങനെ അവനക്ക് വളരെയധികം പേടിയായി, അടിയിലോട്ട് വീഴാനായി പോയപ്പോൾ അവനക്ക് വളരെയധികം പേടിയായി. ആഫ്റ്റർ എ മൊമെന്റ് ഹി ഫെൽ ഹിസ് വിങ്സ് സ്പ്രെഡിങ് അപ്വേർഡ്സ്. ആ ഒരു സമയത്ത് അവനക്ക് മനസ്സിലാവാണ് എന്ത്, ആ ഒരു പേടി വന്നപ്പോ ഇവന്റെ ആ ഒരു വിങ്സ് എന്താണ്, മുകളിലോട്ട് പറക്കുന്നതായിട്ട് ഇവർക്ക് ഇങ്ങനെ അവനക്ക് മനസ്സിലാവാണ്, അവന്റെ വിങ്സ് മുകളിലോട്ട് പറക്കുന്നതായിട്ട് മനസ്സിലാവാണ്. ഓക്കെ, ഹി ഫ്ലാപ്ഡ് ഹിസ് വിങ്സ് ആൻഡ് സോർഡ് അപ്വേർഡ്സ്. അങ്ങനെ ഇവൻ എന്ത് ചെയ്യാണ്, ഇവന്റെ ചിറക് ഇവൻ ഇങ്ങനെ അടിക്കുകയാണ്, മുകളിലോട്ട് ഇങ്ങനെ ചിറകിട്ട് അടിക്കുകയാണ്. ഹിസ് പാരന്റ്സ് ആൻഡ് സിബ്ലിങ്സ് ഫ്ലൂ അറൌണ്ട് ഹിം ടു എൻകറേജ് ഹിം. ആ ഒരു സമയത്ത് എന്താണ്, ഇവന്റെ പാരന്റ്സും ഇവന്റെ സിബ്ലിങ്സ് എന്താണ്, ഇവൻ എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു സ്ഥലത്തേക്ക് വന്നു. ഓക്കെ, they were extremely happy and they all expressed their joy on his successful flight. Okay, അപ്പൊ എന്താണ്, അവർക്ക് വളരെയധികം ഹാപ്പി ആയി എന്നാണ്, അവരവരുടെ ആ ഒരു സന്തോഷം വളരെയധികം നല്ല രീതിയിൽ തന്നെ എക്സ്പ്രസ് ചെയ്തു. Okay, through this wonderful story the author provides a psychological insight into life's problems and the ways of overcome them. അപ്പൊ എന്താണ്, ഈ ഒരു സ്റ്റോറിയിലൂടെ നമുക്ക് ഓതറെ മനസ്സിലാക്കി തരുന്ന എന്താണ്, ഒരു സൈക്കോളജിക്കൽ ഇൻസൈറ്റ് തരാണ് നമുക്ക് എന്തിനു വേണ്ടിയിട്ട്, നമ്മുടെ ലൈഫിലുള്ള പ്രോബ്ലംസിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട്. Okay, the story relates the importance ഓഫ് ഇൻഡിപെൻഡൻസ് ആൻഡ് സെൽഫ് കോൺഫിഡൻസ്. ഈ ഒരു സ്റ്റോറി റിലേറ്റ് ചെയ്യുന്നത് എന്തിനെ പറ്റിയാണ്, നമ്മളുടെ എന്തിനെ പറ്റിയാണ്, ഇൻഡിപെൻഡൻസിന്റെ ഇമ്പോർട്ടൻസിനെ പറ്റിയിട്ടും മാത്രമല്ല സെൽഫ് കോൺഫിഡൻസിന്റെ ഇമ്പോർട്ടൻസിനെ പറ്റിയിട്ടാണ് ഈ ഒരു സ്റ്റോറി മെയിൻ ആയിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നത്. ഓക്കെ, to dominate the fear is the central idea of the story. Okay, Flaherty is a great Irish novelist and essayist and short story writer. അപ്പോ ഇനി പറയുന്നത് ആ ഒരു ഓതറിനെ പറ്റിയാണ്. ഫ്ലാഹർട്ടി എന്ന് പറയുന്നത് എന്താണ്, വളരെ ഗ്രേറ്റ് ആയിട്ടുള്ള ഐറിഷ് നോവലിസ്റ്റ് ആണ്, എസ്സേയിസ്റ്റ് ആണ്, ഷോർട്ട് സ്റ്റോറി റൈറ്റർ ആണ്. ഹി വാസ് എ കീൻ ഒബ്സർവർ ആൻഡ് വാസ് ഇൻട്രസ്റ്റഡ് ഇൻ സീ ലൈഫ്. അയാൾക്ക് എന്തായിരുന്നു, സീ ലൈഫിനോട് കുറച്ചും കൂടി ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഇങ്ങനത്തെ സ്റ്റോറീസുകളൊക്കെ എഴുതുന്നത്. ഓക്കെ, ഹി സ്പെൻഡ് മച്ച് ടൈം ഓൺ സീ ഷോർ ആൻഡ് സ്റ്റഡീഡ് ദ ലൈഫ് ഓഫ് സീഗൾസ് ക്വൈറ്റ് ക്ലോസ്ലി. അതായത് ആള് കുറെ സമയം സീ ഷോറിൽ, അതായത് കടൽ തീരത്ത് കുറച്ചും കൂടി സമയം അവിടെ തന്നെ താമസിച്ചു, അങ്ങനെയൊക്കെ ഒബ്സർവ് ചെയ്തു, സീകളുടെ ലൈഫൊക്കെ ഒബ്സർവ് ചെയ്ത് അങ്ങനെ ചെയ്തൊരു പേഴ്സൺ ആണ്. ഓക്കെ,
Though this story, the writer conveys the moral of having self-confidence and self-reliance. The parents can support us to certain extent, but not forever. നമ്മളുടെ പാരന്റ്സ് എന്താണ്, നമ്മുടെ എക്സ്റ്റെന്റ് വരെ നമ്മൾ എന്ത് ചെയ്യാനുണ്ടാവും, നമ്മളെ ഹെൽപ്പ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനുണ്ടാവും. പക്ഷെ ഫോർ എവർ നമ്മുടെ ലൈഫ് ലോങ് സപ്പോർട്ട് ചെയ്യാൻ പാരന്റ്സ് ഉണ്ടാവോ? ഇല്ല. ഓക്കെ, സോ വി ഓൾ ഷുഡ് ട്രൈ ടു ബിക്കം ഇൻഡിപെൻഡന്റ് ഇൻ അവർ ഓൺ വേ. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ്, നമ്മൾ നമ്മുടേതായ രീതിയിൽ എന്തായിരിക്കണം, ഇൻഡിപെൻഡന്റ് ആയിരിക്കണം എന്നാണ് ഈ ഒരു സ്റ്റോറിയിലൂടെ നമുക്ക് പറഞ്ഞു തരാനുള്ളത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കണോ? നമ്മൾ മെയിൻ ആയിട്ട് ഈ സ്റ്റോറിയിൽ പറയുന്ന എല്ലാ ഭാഗങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അടിയിൽ കമന്റ് ചെയ്താൽ മതി. ഓക്കെ, താങ്ക് യു. നമുക്കപ്പോൾ ഒരു അടുത്ത ചാപ്റ്റർ ആയിട്ട് കാണാം.